GDP ഡാറ്റ മികച്ചതായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.6%, S&P 0.4% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ദിവസം ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഡാക്സ് 1.6%, CSE 2.28%, ഫട്സെ 0.20% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റുകളും ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് സൈഡിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇൻഡെക്സ് റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നു. 26,216 നിഫ്റ്റി 50 ക്ലോസിംഗ് നൽകിയത്. 2 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബയർ സൈഡിലേക്ക് മാറുകയും 629 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 2405 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. നിഫ്റ്റി 50 ഇൻഡെക്സ് റീജിക്കിൻ്റെ ഭാഗമായി LTI മൈൻഡ്രി, ഡിവിസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. പുറത്തു പോകുന്ന സ്റ്റോക്കുകളെയും ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്ന സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം, പ്രത്യേകിച്ചും പാസീവ് ഫണ്ട് ഫ്ലോ വരാനും പോകാനും ഉള്ള സാഹചര്യത്തിൽ. പഞ്ചാബ് നാഷണൽ ബാങ്ക് QIP വഴി ഫണ്ട് റേസ് സമാഹരിച്ചു. കമ്പനിയുടെ QIP അവസാനിച്ചു. 103 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള QIP ആണ് കമ്പനി നടത്തിയത്. KEC ഇൻ്റർനാഷണൽ 870 കോടി രൂപ QIP വഴി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 985 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഫണ്ട് റേസിംഗ് ആണ് കമ്പനി നടത്തുക. ടോറൻറ്റ് ഫാർമ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടോറൻറ്റ് ഫാർമ നിർമ്മിച്ച ചില മെഡിസിനുകൾ ക്വാളിറ്റി ചെക്കിൽ പരാജയപ്പെട്ടത് കമ്പനി നിർമ്മിച്ച മെഡിസിനുകളല്ല, മറിച്ച് വ്യാജ മെഡിസിനുകളാണെന്നും കമ്പനിയുടെ വ്യാജ മെഡിസിനാണെന്ന് കമ്പനി അവകാശപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ടോറൻറ്റ് ഫാർമ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇൻഫോസിസ് എന്ന കമ്പനി ഹൈപ്പർ ഓട്ടോമേഷൻ എഫിഷ്യൻസീസിനെ എൻ്റർപ്രൈസസ് ലെവലിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സാലി ബ്യൂട്ടി എന്ന കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് വഴി 5000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എസ്കോട്ട് ക്യൂബോട്ട എന്ന കമ്പനിക്ക് NBFC സെക്ടറിൽ ബിസിനസ് തുടങ്ങുന്നതിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ലെമൺ ട്രീ ഹോട്ടൽ 74 റൂമുകളുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി സൈനിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പിരാമൽ എൻ്റർപ്രൈസസ് മുംബൈയിലെ പ്രോപ്പർട്ടി ഷോക്കോബ റിയാലിറ്റി എന്ന കമ്പനിക്ക് 187 കോടി രൂപയ്ക്ക് വിറ്റു. അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അദാനി ഗ്രീനിൻ്റെയും ഫ്രാൻസിലെ ടോട്ടൽ എനർജി എന്ന കമ്പനിയുടെയും ജോയിൻ്റ് വെഞ്ചർ കമ്പനിയിൽ ടോട്ടൽ എനർജീസ് $444 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ലോകത്തെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പ്ലാന്റിലെ 50% സ്റ്റേക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ടോട്ടൽ എനർജി ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. കൂടാതെ ബയോകോൺ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ബയോകോൺ താബൂക്ക് ഫാർമ എന്ന കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദിത്യ ബിർള ഫിനാൻസിലേക്ക് റൈറ്റ് സബ്സ്ക്രിപ്ഷൻ വഴി നടത്തി. യുണൈറ്റഡ് സ്പിരിറ്റ് ബിവറേജ് സെഗ്മെൻറ്റിൽ 2.29 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. PC ജുവലറും ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള സെറ്റിൽമെൻറ്റിന് വേണ്ടി കമ്പനി മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് 186 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.